ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺസ്റ്റോക്സ് വൺസ് അഗെയിൻ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ എല്ലാ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ സ്വന്തം തട്ടകമായ രാമമംഗലത്തേക്ക് പോവുകയാണ്. അവിടെ വാഗയുണ്ട്, പുല്ലനുണ്ട്, ചെമ്പല്ലിയുണ്ട്, ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കുന്നില്ല. കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തീറ്റയിട്ട് പുല്ലനെ പിടിക്കുന്നുണ്ട്. അങ്ങനെ തീറ്റയിട്ട് നമ്മൾ അധികം അങ്ങനെ ചെയ്യാറില്ല. ഇന്ന് കിട്ടുന്ന പുല്ലൻ നല്ല സൈസ് പുല്ലനാണ്, കണ്ട നല്ല ഭംഗി. കഴിഞ്ഞ ദിവസം ഒരെണ്ണത്തിനെ കൊണ്ട് ബട്ടർഫ്ലൈ അടിച്ച് നോക്കി, ഒട്ടുക്കത്തെ ടേസ്റ്റ്. അതും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, വൈശാഖനൊരു വാഗ അടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതും നിങ്ങളിപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. വാള ആയിരിക്കാൻ സാധ്യതയുണ്ട്. അടിപൊളി അടിപൊളി. പോരട്ടെ, ഇങ്ങനെ പോരട്ടെ പോരട്ടെ പോരട്ടെ. ഇനി ഓടൂട്ടോ, ഓടിക്കോട്ടെ കേട്ടോ. വാള ആവാനേ വഴിയുള്ളൂ. ഓടിക്കോട്ടെ ഓടിക്കോട്ടെ ഓടിക്കോട്ടെ, ഇനി ഓടിക്കോട്ടെ. വാ, കണ്ടോ പൊങ്ങിയോ? ആ, മതിയായ വാഗ. മതിയായ വാഗ. കയറിക്കോളൂ കയറിക്കോളൂ. തീറ്റയിലായിരുന്നു കേട്ടെ. ആ, പോരട്ടെ പോരട്ടെ പോരട്ടെ. ഇനി അവൻ അധികം ദൂരേക്കൊന്നും ഓടുകയല്ല എന്തായാലും. ആ, കൈജു മോത്ര അല്ലേ? ആ, 16 LB. അടിപൊളി. 3 കിലോ പിന്നല്ലേ സൈസ് വാങ്ങിയ കൈജു മോത്ര 16 LB. ഹ്യൂജ് മലബാർ സ്നേക്ക്. മീൻ പൊക്കോട്ടെ, എന്നാലും വേണ്ടില്ല. ഹുക്ക് കഴിക്കാറില്ല. ഹുക്ക് ലൈൻ പിടിക്കില്ലേ? ആ കൂടുതൽ എടുക്കാലോ. മൊത്തം ഹുക്ക് വരെ പോലെ. വല എടുത്ത് പിടിച്ചോ. അങ്ങനെ പോട്ടെ കിട്ടുന്ന സാധനമാണ്. 3.5 കിലോ. ഒരു പുല്ലനടിച്ച് കൊണ്ടുവരുന്നു കേട്ടോ. ജസ്റ്റ് ബെയിറ്റില് പുല്ലനടിച്ച് കൊണ്ടുവരുന്നു. 3.5 കിലോയുടെ അല്ല കേട്ടോ, അതിന്റെ അതാണ് നമ്മൾ 5 കിലോ എന്ന് പറഞ്ഞത്. പക്ഷെ അവന് തൂക്കം അത്ര ഇല്ല. താലേ കേട്ടില്ല എന്നാ സൈസാ. നന്നായിട്ട് പുല്ലനടിക്കണ്ട കേട്ടോ. ഭാഗ്യം അടിച്ചാൽ ഞാൻ പോകട്ടോ. പുല്ലപ്പെടുത്ത അതിന് കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ. മീൻ കൊത്തണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ടോ? യെസ്, ഫിഷ് ഓൺ. തേച്ചുകൊണ്ട് മീൻ അടിച്ചിട്ടുണ്ട്. അടിപൊളി.
പുല്ലനല്ലേ? പുല്ലൻ പുല്ലൻ പുല്ലൻ. അത് പൊക്കി കയറ്റിയാൽ പോവേ. പയ്യെ 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 മതി. ഓ അടിപൊളി. കിട്ടിയില്ല ഒരു അടിച്ചടി. ആ വട 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 വട. യെസ്. വഴുതാന്ന് പറഞ്ഞു. വഴുതയാണ് പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്നത്. പുല്ലന് ഇച്ചിരൂടെ വൈറ്റ് ആയിട്ട് ഇതിനിപ്പോ ഒരു റെഡിഷ് കളർ കണ്ടോ ഇതിനകത്ത്, റെഡ് പോലെ. ഇത് വഴുതയാണെന്നാണ് പറയാ. നമ്മൾ കറക്റ്റ് ഇത് പറയാൻ ആധികാരികമായിട്ട് നമുക്ക് അറിയത്തില്ല, എന്തായാലും അങ്ങനെയൊക്കെയാണ് പറയാ. ഓക്കെ. കൂരലിൻ്റെ ആണെങ്കിലും ശരിക്കും ഇങ്ങോട്ട് ഒരു ടെലസ്കോപ്പിക് പോലെ വാങ്ങിക്കാൻ നീണ്ടു വരും. കൂരല്, പുല്ലൻ, ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മളിവിടെ കൂടുതലുള്ളത്. ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഇതിന് പേരോ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. മീൻ തന്നെയത്. ദയവാ വാണാമല്ലേ അങ്ങനെ വെച്ച്. ആ വേണ്ട വേണ്ട ചെറിയ എൻ്റെ അമ്മേ. എൻ്റെ അമ്മേ. മീൻ കയറിയിട്ടുണ്ട് കേട്ടോ അല്ലേ ചേട്ടാ? ഭംഗിയുണ്ടല്ലാണ് മണൽവാക. ഇതിലിപ്പോ എന്ത് പറയാനാ? അമ്മോ പല്ലുകളൊക്കെ നോക്കിയാലേ. പല്ലോട്ടെ. ഞാൻ ഫസ്റ്റ് അടിച്ചപ്പോ വിചാരിച്ചു വലിയ മീനാണെന്ന് വിചാരിച്ചത്. കാരണം അടിച്ചിട്ട് ഡ്രാഗ് ശരിക്കും എടുത്തായിരുന്നു. സ്ട്രൈക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ മീനൊക്കെ റെഡിയാക്കി. അതായത് വാകയെ നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ എടുത്തേക്കുന്നത് പുല്ലനെ മാത്രമാണ്. അപ്പൊ ഇതിന് നമ്മൾ ശരിക്കും ബട്ടർഫ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് കഴിച്ച് നോക്കിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒന്ന് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിന് നമ്മൾ ശരിക്കും വറുത്തിട്ട് അതിന് മുള്ള് ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു പ്രശ്നങ്ങളും, അതായത് ശരിക്കും വാമീൻ നമ്മൾ, അതായത് സാൽമൺ, ഇന്ത്യൻ സാൽമൺ നമ്മൾ ബട്ടർഫ്ലൈ ചെയ്തതിനേക്കാൾ ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ പുല്ലൻ ചെയ്തത്. ആർക്കും കേൾക്കുമ്പോൾ വിശ്വാസം തോന്നുകയല്ല, എങ്കിലും നമ്മൾ വളരെ ആർക്കും വേണ്ടാതെ നമ്മൾ തള്ളിക്കളയുന്ന ഒരു മീനാണ് പുല്ലൻ. അതിന് ഞങ്ങൾ അന്ന് ജസ്റ്റ് ചുമ്മാ ഒരു രസത്തിന് ഫ്രൈ ചെയ്ത് നോക്കിയതാണ് ബട്ടറിൽ. വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഞാനത് 1-2 പേർക്ക് കൊടുത്തു. വൈശാഖന് കൊണ്ട് കൊടുത്തിട്ട് പുല്ലനാണെന്ന് പറഞ്ഞിട്ടല്ല കൊടുത്തത്. അന്ന് കൊടുത്തത് എന്ത് മീനാന്ന് പറഞ്ഞിട്ട് വാമീനാന്ന് പറഞ്ഞിട്ടാ, ചെറിയ വാമീനാന്ന് പറഞ്ഞാണ് കൊടുത്തത്. ആ അപ്പൊ അതങ്ങനെ ഒരു എന്താണെങ്കിലും അപ്പൊ ഞാനിത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അത്ര ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. വേണ്ടുന്നത് 5 ഇൻഗ്രീഡിയൻസ് ആണ്. ഫസ്റ്റ് ബട്ടർ, 2 കുരുമുളക് ക്രഷ് ചെയ്തത്, പിന്നൊന്ന് ലൈം നാരങ്ങ, പിന്നൊന്ന് ഉപ്പ്, പിന്നൊന്ന് ഗാർലിക്. ഇങ്ങനെ 5 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ കട്ട് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ വരഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് പഞ്ചർ ചെയ്തിട്ടുണ്ട്. ബട്ടർ നമ്മൾ ഉരുക്കിയിട്ടാണ് അതിനകത്ത് മാരിനേറ്റ് ചെയ്യാൻ ഇടുക. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. കുറച്ച് ലെമൺ ജ്യൂസ് കൊടുക്കുക കേട്ടോ, കായ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൂണിലേക്ക് എടുക്കുന്നത്. മീനപ്പോൾ ഏകദേശം ഒരു 1.5 കിലോ കാണുമായിരിക്കും അല്ലേ? ഏകദേശം 1.5 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഒരു നാരങ്ങയുടെ ഒരു പകുതി അതിന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം. ശരിക്കും ക്രഷ് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി കുരുമുളക് കൊടുക്കാം. മറ്റേ ശരിക്കും മീൻ വറുക്കുന്ന പോലെ അത്രയും കൂടുതലൊന്നും കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ജസ്റ്റ് മീനിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഉപ്പിടാം. ഉപ്പാണെങ്കിലും നമ്മൾ വറക്കുന്ന ആ ഒരു ആവശ്യത്തിനുള്ള ഇടണ്ട, കുറച്ചിട്ടാൽ മതി. കുടക്കി വെച്ചേക്കണ ബട്ടർ അതിൻ്റെ അകത്തേക്ക് ചേർക്കണം. ഇതിന് ശരിക്കും നമുക്ക് മാരിനേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് കംപ്ലീറ്റ് ആ ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിപ്പിക്കാം. ബട്ടറിന്റെ നല്ല മണം വരുന്നുണ്ട്. ബട്ടറിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നത് പുല്ലൻ ഉൾപ്പെടെ ഇപ്പൊ കുറെ മീനുകൾ ബട്ടർ ചെയ്ത് നോക്കിയല്ലേ? മറ്റേ ഹമൂർ, ഏരി, സാൽമണിലാണ് തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതൊരു സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരിക്കും. നമുക്ക് മീൻ ബട്ടറിൽ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം.
വീണ്ടും മറിച്ചിടാം കേട്ടോ. ആയിട്ടുണ്ടല്ലോ സൈഡ് ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുകൂടെ നമുക്ക് മറിച്ചാൽ വേണമെങ്കിൽ. ഇപ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ട്, ഭയങ്കര ജ്യൂസി ആട്ടോ അത്. വെള്ളത്തിൻ്റെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഈ ഒരു സെറ്റപ്പിലാണ് നമ്മളിതിനെ എടുക്കുക. ഓക്കെ, നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എനിക്ക് നടുക്കഷ്ണം, വൈശാഖന് വാല് കഷ്ണം. കേരള സാൽമൺ കറക്റ്റ് അല്ലേ? കറക്റ്റ് സമയം നോക്കി വറുത്ത് കഴിഞ്ഞപ്പോഴത്തേനും വന്നേക്കോണം. ആഹാ, കൊള്ളാലോ. മുള്ളു മാത്രമാണ് കുഴപ്പമുള്ളൂ. മുള്ളു മാത്രം ശ്രദ്ധിക്കണം. കൊള്ളാം. ഒന്ന് നോക്കിയേ കുഞ്ഞാവേ. ആ മുള്ളുണ്ടോ നോക്കണം. എപ്പടി എപ്പടി മുള്ളുണ്ടോ? എങ്ങനെയുണ്ട്? എന്നും ഒരേ വികാരം. അപ്പോ നമ്മൾ അതിന്റെ കുറച്ച് തൊലിഭാഗവും അതിന്റെ ഫ്ലഷോട് കൂട്ടിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്, ശരിക്കും വേറെ ഒന്നുമില്ല കേട്ടോ, ഇതിനകത്ത് മറ്റേ ഇത് മാത്രമേ ഉള്ളൂ, ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഡിപ്പ് ചെയ്ത് സമയമെടുത്ത് പതുക്കെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. മുള്ളുണ്ടോ എന്ന് നോക്കണം. സോ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നു. ഒന്നും പറയാം, അടിപൊളിയാ. സെറ്റ്. അപ്പൊ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ വൈശാഖ് ട്രൈ ചെയ്ത് നോക്കട്ടെ. മൈക്ക് തന്നെ കേട്ടോ. ഇല്ല, കഴിക്കാം. നേരെ മൈക്ക് എടുത്ത് ഡിപ്പിൽ പൊക്കിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ നല്ലത് മറ്റേ മൊത്തം കട്ട് ചെയ്ത് ബീഫിനല്ല, ബീഫിന്ന് പറയാം, ഫില്ലറ്റ് ഇതുപോലെ ഒരു സെറ്റപ്പ് ഫില്ലറ്റ് ചെയ്ത്. പക്ഷെ അത് കുറച്ചുകൂടെ നല്ലായിരുന്നു, കാരണം എന്തെങ്കിലും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല വളരെ സോഫ്റ്റ് ആണ് മീറ്റ്. കൊള്ളാം. പയ്യെ കഴിക്കുന്നത് മുള്ളുള്ളതാണ് കേട്ടോ. അപ്പോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. മോൺസ്റ്റോക്സ് സൈനിങ് ഓഫ്. ബൈ, സീ യു.